ഹലോ, അസ്സലാമു അലൈക്കും മക്കളെ. ഇന്ന് ഞാനൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇന്ന് എൻ്റെ പേരക്കുട്ടി ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയപ്പോൾ നടക്കാമെന്ന് വിചാരിച്ചു. ഓൻ്റെ ഒപ്പം നടക്കാനൊന്നും ഉച്ച വെച്ച കാലും കജ്ജൊന്നുമില്ല, കാലും മുട്ട് വേദനയൊക്കെ. പോണോടത്തൊക്കെ ഇലയൊക്കെ പറിച്ച് എല്ലാം നോക്കി ഇങ്ങനെ നടക്കുക ഞങ്ങൾ. അപ്പോൾ കൈയൊക്കെ വിട്ട് പോകാൻ മുന്നിക്ക് ഓടുകയാണ്. ഓടി മൂന്നെലി പേടിച്ചിട്ട് ഞാനാണെങ്കിൽ ബേക്കുമ്പോണം വണ്ടി നോക്കുക. നോക്കി മക്കളെ, ഞങ്ങൾ നടക്കണടയിൽ കൂടി ഒരു പപ്പായൻ്റെ മരം കണ്ടാ നിങ്ങൾ? അതിന്മേൽ എന്തോരം പപ്പായ. എല്ലാവർക്കും അറക്കട്ടെ മക്കളെ. അതെ, പടവളം കളിച്ചതാണ് ആ റോഡ് സൈഡിൽ. അപ്പം എല്ലാവർക്കും അവകാശമുണ്ട്, ഇറക്കാനും അറിയെല്ലാവരും. നിങ്ങൾ കാണുന്നില്ലേ? അതേ, നമ്മളെ തെങ്ങൊന്നുമല്ല കേട്ടോ, അയൽവാസിൻ്റെ തെങ്ങ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോന്നപ്പോൾ എൻ്റെ മൂത്തച്ഛൻ കാക്കാൻ്റെ പേര അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടിയിലിങ്ങനെ കൊടുന്നപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ എൻ്റെ പ്രാങ്കൂടും മൂത്തച്ഛൻ്റെ മോൻ്റെ പേരയാണ്. മോൻ്റെ പ്രാങ്കൂടും ഇതൊക്കെയാണ് കാണുന്നത് നിങ്ങൾ. ഇതിൻ്റെ മോൻ്റെ ചെടികളാട്ടാ ഈ കാണേണ്ടത്. ഇനി ഞങ്ങളേ ഇതൊക്കെ വെച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കട്ടെ. പഴം പൊരിച്ചാണ്. അതിനുള്ള മാവ് റെഡിയാക്കട്ടെ. പഴം പൊരിച്ചാലുള്ള കേട്ടോ. നമ്മൾ കുഴച്ച് റെഡിയാക്കി വെക്കട്ടെ. കുറച്ച് നേരം ഇരിക്കണമല്ലോ. ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു, പഞ്ചാര ഇട്ടു, ഉപ്പിട്ടു, എല്ലാം ഇട്ടു. പക്ഷെ ഇതിൽ സോഡപ്പൊടി ഇതൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. വെള്ളക്ക് വലിയ ആവും. ഞാൻ അങ്ങനെ സോഡപ്പൊടിയൊന്നും കൂട്ടാനില്ല. വെള്ളക്ക് കനാണ് അറിയും മക്കൾ. അങ്ങനെ കണ്ട് ചൂടാ വിചാരിച്ചു. കണ്ട് പയണ്ട ഇനിയിപ്പോൾ കേടെത്തി കളയണ്ടല്ലോ വിചാരിച്ചു കണ്ട്. സോഡപ്പൊടി കൂട്ടിയില്ലെങ്കിലും പൊന്തുണൊക്കെ ഉണ്ട് കേട്ടോ. പൊള്ളച്ചക്കണു കുഴപ്പമൊന്നുമില്ല. മക്കളെ, ഈ വീഡിയോ കാണുമ്പോഴേ സബ്സ്ക്രൈബ് എന്തൊക്കെ പറയണേക്കാലോ അതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിട്ടാ. പിന്നെ ലൈക്കൊക്കെ തരുമോണ്ടി മക്കളെ. പിന്നെ നിങ്ങൾ ഒരു ഉണ്ടൻ്റെ അയിരുള്ള കാണുന്നുണ്ടല്ലോ പയം, ആ ഒരു പയംപൊരി തന്നെയാണ് കേട്ടോ. പക്ഷെ അത് നല്ലോണം പൂത്തൊരു പയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആ മാവിൽ കുറച്ചിങ്ങനെ ഉരുളാക്കി കണ്ടിട്ടതാണ്. അതാണ് നിങ്ങളെ കാണുന്നുണ്ട്. ഇനി ഞാൻ ചായ കുടിച്ചിട്ടാ. ഇനി ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.